മധ്യമേഖല ഈ വികസന മുന്നേറ്റ ജാഥയിൽ ഞങ്ങൾ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്, ഈ പര്യടനം നടത്തുമ്പോൾ നമുക്ക് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആവേശകരമായ ഒരു പ്രതികരണമാണ്. ഓരോ സ്ഥലത്തും, അത് മാധ്യമങ്ങളുമൊക്കെ നിങ്ങൾ ഓരോരുത്തരും കണ്ടു കാണും. അത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ആണെങ്കിലും കോട്ടയമാണെങ്കിലും, അത് നമ്മുടെ ഏറ്റുമാനൂരും കടുത്തുരുത്തിയും വൈക്കവും, അതോടൊപ്പം തന്നെ ഇപ്പോൾ അത് പാലായിലേക്ക് പ്രവേശിച്ചിരിക്കുക. എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു പ്രതികരണം ആവേശകരമായ പ്രതികരണമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെയൊക്കെ നമ്മൾ ആ ജനങ്ങളുമായി സംസാരിക്കുമ്പോഴും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളും വികസന വിരോധികളും തമ്മിലുള്ള ഒരു ചിത്രമാണ് തെളിയാൻ പോകുന്നത്. ജനങ്ങളും വികസന വിരോധികളുമായിട്ടുള്ള ഒരു ചിത്രമാണ്, ഒരു മത്സരം തന്നെയായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം, ഇന്ന് നമ്മൾ ഏത് വികസന പദ്ധതി കൊണ്ടുവന്നാലും, ആയിരക്കണക്കിന് വികസന പദ്ധതി കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്നു, എല്ലാ നിയമസഭാ മണ്ഡലത്തിലും കൊണ്ടുവന്നു. പക്ഷെ അതെല്ലാം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇന്ന് UDFും BJPയും അതിനെ എതിർക്കുകയാണ്. ഞാൻ കാണുന്നത് ഈ കാര്യത്തില്, ഈ വികസനത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ UDFും BJPയും ഒരേ തൂവൽ പക്ഷിയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വികസനം നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു വികസന കാര്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇന്ന് UDF ഇന്ന് സഹായിച്ചിട്ടില്ല, പിന്താങ്ങിയിട്ടില്ല, സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് സംസ്ഥാനത്തിന്റെ അർഹതപ്പെട്ടതും അതിന് രാഷ്ട്രീയമായി ആണ്, വിരോധത്തിന്റെ പേരിലാണ് അതിനെ തകർക്കുന്നത്. അത് BJP ആണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ BJPയുടെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു സ്വകാര്യ ചാനലില് ആ ടൂറിസം മന്ത്രി, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞു, 2026 ബഡ്ജറ്റിൽ കേരളത്തിൽ ഒരു എയിംസ് പ്രഖ്യാപിക്കും എന്ന് പറയുകയുണ്ടായി. അത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ ഇനി വോട്ട് ചോദിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇന്ന് കാണുവാൻ കഴിഞ്ഞത് എന്താണ്? ഇന്ന് BJP നേതാക്കന്മാര് കേരളത്തിലുള്ളവരും പുതിയതായിട്ടൊക്കെ BJPയിലേക്ക് വന്നവരൊക്കെ വലിയ വിഷമത്തിലാണ്. എന്താണ്? ഇവിടെ പ്രധാനമന്ത്രി വരുമ്പോൾ ആദ്യമേ പ്രതീക്ഷിച്ചത് ബഡ്ജറ്റിൽ പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ബഡ്ജറ്റിൽ കണ്ടില്ല എന്ന് മാത്രമല്ല, അതല്ല, പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. കേരളത്തിന് വേണ്ടി ഒരു ചുക്കും ഉണ്ടായില്ല. അവർക്ക് ഇപ്പോൾ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് കേരളത്തിന്റെ പുരോഗതി ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഉത്തരവാദിത്വം മാത്രമാകണം. ഏതെങ്കിലും ഒരു വികസനം നടന്നാൽ അതിനെ തകർക്കണം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് UDFും BJPയും പോകുന്നത്.